കാർഷിക സർവകലാശാല ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശം നടപ്പാക്കിയിട്ടുണ്ട് എന്ന വിവരം കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. NEP പ്രകാരമുള്ള പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് സർവകലാശാലയിൽ നടപ്പാക്കി. 2023 നോട്ടിഫിക്കേഷൻ ഇറക്കിയത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി. ഉമേഷ്, ഇതിൽ കൃഷിവകുപ്പിന് കീഴിലുള്ള സർവകലാശാലയിൽ അത് നടപ്പാക്കി എന്ന് പറഞ്ഞുകൊണ്ടപ്പോൾ നിലവിൽ CPI ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് ഉള്ള ഒരു മറുചോദ്യം കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ്. ഏതായാലും എന്താണ് ഈ നിർദ്ദേശം? ഇപ്പോൾ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന് പറയുന്നത് എന്താണത്? പ്രവൃത്തി പരിചയം അടിസ്ഥാനപ്പെടുത്തി അധ്യാപകരെ നിയമിക്കുന്ന ആ തരത്തിലേക്ക് അത് ഇതിനോടകം തന്നെ അത് നടപ്പാക്കിയിട്ടുണ്ട് എന്നാണോ? തീർച്ചയായും അനുജു പറഞ്ഞത് തന്നെയാണ്. ഇതിനൊരു രാഷ്ട്രീയ മാന്യമുണ്ട്. കാരണം NEP കേരളത്തിൽ നടപ്പാക്കാനുള്ള വളഞ്ഞ വഴിയാണ് PM-ശ്രീ എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് CPI ശക്തമായി PM-ശ്രീയെ എതിർക്കുന്നത്. അതേസമയം 2023 CPI മന്ത്രിയായ P. പ്രസാദിന്റെ കീഴിലുള്ള കൃഷി വകുപ്പിന്റെ ഒപ്പം കാർഷിക സർവകലാശാലയിലാണ് ഇത്തരമൊരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത്. പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് NEP പ്രകാരം പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന രീതിയിലുള്ള നിയമനങ്ങൾ നടത്താം. അതായത് ഈ സാങ്കേതിക വൈദഗ്ധ്യം വേണ്ട, ഇപ്പോൾ പോളിടെക്നിക് ആകട്ടെ, എഞ്ചിനീയറിംഗ് ആകട്ടെ, കാർഷിക മേഖലകളാകട്ടെ, ഇവിടെയെല്ലാം സാങ്കേതിക വൈദഗ്ധ്യം വേണ്ട, പ്രവൃത്തി പരിചിതമുള്ള, അവർക്ക് ഡിഗ്രി, ഇന്ന യൂണിവേഴ്സിറ്റി ഡിഗ്രിയോ PhD ഒന്നും വേണമെന്നില്ല, അവർക്ക് സാങ്കേതിക പരിചയം മാത്രം മതിയാകും. അത്തരത്തിൽ സാങ്കേതിക പരിചയമുള്ളവരെ ഈ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന നിലയിൽ 4 വർഷത്തേക്ക് കരാർ വ്യവസ്ഥയിൽ നിയമിക്കാനുള്ള ഒരു നോംസ് NEP-യിൽ ഉണ്ടായിരുന്നു. ആ നോംസ് പ്രകാരം 2023 ജൂണിൽ കാർഷിക സർവകലാശാല ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കുന്നു. അതിൽ വിവിധ ആളുകൾ അപേക്ഷിക്കുന്നു. ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ 2024 ഫെബ്രുവരിയിൽ നിയമനവും നടത്തിയിരുന്നു. ഈ രീതിയിൽ NEP-യെ ഒരു ഭാഗത്ത് എതിർക്കുമ്പോൾ അതേ ഭാഗത്ത് തന്നെ CPI-യുടെ മന്ത്രിയുടെ കീഴിലുള്ള കാർഷിക സർവകലാശാലയിൽ NEP-യുടെ ഭാഗമായ പ്രൊഫസർ ഓഫ് പ്രാക്ടീസ് എന്ന നിലപാട് അല്ലെങ്കിൽ അത്തരമൊരു പോസ്റ്റ് നടപ്പാക്കിയിരിക്കുന്നു. ആ നോട്ടിഫിക്കേഷനിൽ കൃത്യമായി പറയുന്നുമുണ്ട്. NEP പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ എന്ന നിലയിൽ തന്നെയാണ് അത് പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതികരണങ്ങൾക്ക് കാർഷിക വകുപ്പ് തയ്യാറായിട്ടില്ല. എങ്കിലും ഈ പറഞ്ഞതുപോലെ PM-ശ്രീയുടെ വിവാദവും ഇതുമായി കൂട്ടി യോജിപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു വിശദീകരണമാണ് അനൗദ്യോഗികമായി CPI നൽകുന്നത്. കാരണം PM-ശ്രീ എന്ന പദ്ധതി ക്യാബിനറ്റിൽ കൂട്ടായ തീരുമാനത്തിൽ വേണ്ടെന്ന് വെക്കുകയും അതിനുശേഷം ഈ കൂട്ടായ തീരുമാനത്തെ മറികടന്ന് ഒരു വകുപ്പ് മന്ത്രി അത് നടപ്പാക്കുകയും ചെയ്തു എന്നുള്ളതാണ് എതിർപ്പിന് പ്രധാന കാരണം. സ്വാഭാവികമായി എന്നാൽ ഇത് PM-ശ്രീ പദ്ധതിയുമായി NEP-യിലെ ഈ നോട്ടിഫിക്കേഷൻ അത് താരതമ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്നുള്ള നിലപാടാണ് CPI പാർട്ടിക്കുള്ളത്. അനുജ, അതാണ് ഉമേഷ്, ഇതിലിപ്പോൾ ഈ സിലബസിനെ ബാധിക്കാത്ത തരത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. സംസ്ഥാന സർക്കാരിന് തീരുമാനിക്കാം എന്നത് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ച് പറയുകയാണ്. പക്ഷെ ചില സാങ്കേതിക കാര്യങ്ങൾ ഉണ്ടാകും. അതൊരു തരത്തിലും നമ്മൾ ഒരു മതനിരപേക്ഷതയിൽ വെള്ളം ചേർക്കുന്നതാകില്ല എന്ന ഉറപ്പ് ഒരുപക്ഷെ ഇത് ചൂണ്ടിക്കാട്ടിക്കൂടി അത് CPI-ന് സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു നിബന്ധന എന്നുകൂടി നമ്മൾ ഇതിനെ കാണണമോ? തീർച്ചയായും നാളെ നിർണായകമായ ചർച്ചകൾ നടക്കാനിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ കൂടിയാണ് 2023 ഈ നോട്ടിഫിക്കേഷൻ, അത് കാർഷിക സർവകലാശാലയിൽ ഈ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നതിനും ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം അതേ രീതിയിൽ തന്നെ കാണണം. എന്തായാലും ഈ നോട്ടിഫിക്കേഷൻ കൂടി ഉയർത്തിക്കാട്ടി ഞങ്ങളല്ല NEP നടപ്പാക്കിയത്, നിങ്ങളാണ് എന്നൊരു വിമർശനം ഒരുപക്ഷെ CPM-ന് മുന്നോട്ട് വെക്കാൻ കഴിയും. സ്വാഭാവികമായി ഈ PM-ശ്രീ പദ്ധതിക്കെതിരെയുള്ള ശക്തമായ എതിർപ്പിന് പ്രധാന കാരണം CPI മന്ത്രിമാർ പറയുന്നത് NEP നടപ്പാക്കാനുള്ള വളഞ്ഞ വഴിയാണ് കേന്ദ്ര സർക്കാർ നോക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾ വരുമ്പോൾ ഞങ്ങളല്ല നിങ്ങളാണ് ആദ്യം നടപ്പാക്കിയത് എന്നുള്ള ഒരു ഉഭയകക്ഷി തർക്കം ന്യായീകരണം വേണമെങ്കിൽ മുന്നോട്ട് വെക്കാവുന്നതാണ്. അപ്പോഴും ഈ പറഞ്ഞതുപോലെ NEP-യുമായി ബന്ധപ്പെട്ട എൻ്റെ നിലപാട് മാറ്റി എന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തന്നെ നിരന്തരമായി ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ NEP-യെ എതിർക്കുക, NEP പൂർണ്ണമായും മാറ്റി നിർത്തുക എന്നുള്ള നിലപാട് CPM മന്ത്രിമാർക്കും ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞതുപോലെ PM-ശ്രീയിൽ കൂട്ടായ ഒരു തീരുമാനം, മന്ത്രിസഭ കൂട്ടായ ഒരു തീരുമാനമെടുക്കുന്നു. എന്നാൽ ആ തീരുമാനത്തെ മറികടന്നുകൊണ്ട് സ്വന്തം നിലയിൽ വകുപ്പ് മന്ത്രി ഒരു MOU-യിൽ ഒപ്പുവെക്കുന്നു. അതുതന്നെയാണ് ഈ എതിർപ്പിന് ഏറ്റവും പ്രധാന കാരണം. അത് ഈ ഒപ്പുവെക്കുന്നതിന് തൊട്ട് മുൻപ് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ കൃത്യമായി ഉന്നയിക്കുകയും ചെയ്തു. അതിലൊരു മറുപടി നൽകാനോ അത് ഒപ്പിടാൻ പോകുന്നു എന്നൊരു സൂചന നൽകാനോ മുഖ്യമന്ത്രിയോ വകുപ്പ് മന്ത്രിയോ തയ്യാറായിട്ടുമില്ല. അതുകൊണ്ട് തന്നെ CPI മന്ത്രിമാരുടെ എതിർപ്പിന് കാരണവുമുണ്ട്. അനുജ, അതാണ് അത്തരത്തിലേക്കൊരു തീരുമാനം നേരത്തെ തന്നെ കാർഷിക സർവകലാശാല NEP നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളത് അതിന്റെ രേഖകളൊക്കെയാണ് ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലൊക്കെ ഒരുപക്ഷെ CPM ഇത് ചൂണ്ടിക്കാട്ടാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഉമേഷ് ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.